ചോദ്യം ഇതാണ്: ഫാസിസം ഇന്ത്യയിൽ ഏറെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കേവലം ഉത്ബോധനവും പ്രസംഗവും ഖുർആൻ ക്ലാസും കൊണ്ട് അതിനെ പ്രതിരോധിക്കാമെന്നാണോ ജമാഅത്ത് വിചാരിക്കുന്നത്? ശക്തമായി നേരിടാൻ നടത്തുന്ന പ്രതിരോധ ശ്രമങ്ങളെ ജമാഅത്തെ ഇസ്ലാമി തുരങ്കം വെക്കുകയും ചെയ്യുന്നു. എല്ലാ അർത്ഥത്തിലും ഫാസിസത്തെ നേരിടാൻ മുസ്ലിം സമൂഹത്തെ സജ്ജമാക്കേണ്ടതില്ലേ എന്നാണ് ചോദ്യം. അതേ ഒരു ചോദ്യം മറ്റൊരു സുഹൃത്ത് ആവർത്തിച്ചിരിക്കുന്നത്: എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി ഒരു പ്രതിരോധ നിര കെട്ടിപ്പടുക്കാത്തത്? പ്രതിരോധം ഇസ്ലാമിന്റെ മാർഗമല്ലെന്നുണ്ടോ? ഈ ചോദ്യത്തിന് ജമാഅത്തെ ഇസ്ലാമിയുടെ അസിസ്റ്റന്റ് അമീർ VT അബ്ദുള്ള കോയത്തങ്ങൾ മറുപടി പറയുന്നു. ഇന്ത്യയെ പോലെയുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ ഫാഷിസത്തിന്റെ ഭീഷണി ചെറുക്കുന്നതിന് ഇവിടത്തെ ഒരു ന്യൂനപക്ഷമായ മുസ്ലിം സമൂഹം സായുധമായ രീതി സ്വീകരിക്കേണ്ടതല്ലേ? അങ്ങനെ ചില പ്രവണതകൾ കാണിക്കുന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന രീതി ജമാഅത്ത് സ്വീകരിക്കുന്നത് ശരിയാണോ? ഈ വിഷയത്തിൽ വളരെ കൃത്യമായും ഇസ്ലാമികമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് നിലപാടുണ്ട്. ആ നിലപാട് ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്ത് മുസ്ലിങ്ങൾ ശിഥിലമായി ആയുധങ്ങളെടുത്ത് ഇത്തരം ചെറുത്തുനിൽപ്പുകൾക്ക് ശ്രമിക്കുന്നത് ഇസ്ലാമിക പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ അനിസ്ലാമികമാണ്, അനുവദനീയമല്ല എന്നുള്ളതാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ ഇപ്പോൾ ഈ വൈകിയ വേളയിൽ സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് വ്യക്തിപരമായി പറയുന്നതിന് തടസ്സമുള്ളത് കൊണ്ടല്ല, ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ നമ്മുടെ ലിസ്റ്റിൽ അവശേഷിക്കുന്നു എന്നതുകൊണ്ട് അതുകൂടി മനസ്സിലാക്കി ഞാൻ അതിന്റെ ആ തലത്തിലുള്ള വിശകലനം ഇപ്പോൾ ഇവിടെ നടത്തുന്നില്ല. പിന്നെ ഇന്ത്യ രാജ്യത്ത് ഈ ഫാഷിസത്തിന്റെ ഭീഷണിയെ എങ്ങനെ ചെറുക്കും എന്നാണ് നിങ്ങൾ കരുതുന്നത് എന്നാണ് ചോദ്യമെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്, ഇന്ത്യ രാജ്യത്തിലെ ഈ ഫാഷിസം എന്ന് പറയുന്നത് ഇവിടത്തെ ഒരു സംഘടിത ന്യൂനപക്ഷത്തിന്റെ പ്രശ്നം മാത്രമാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമൂഹവും അവർഗീയ മതനിരപേക്ഷ മനസ്സുള്ളവരാണ്. അപ്പോൾ ഈ സംഘടിത സവർണ ഫാസിസ്റ്റ് മനസ്ഥിതിയുള്ള ആളുകളുടെ താൽപര്യമാണ് മതന്യൂനപക്ഷങ്ങൾ സംഘടിച്ച് തുല്യ നാണയത്തിൽ ഞങ്ങളെ തിരിച്ചടിച്ച് അങ്ങനെ ഹിന്ദുക്കൾക്കെതിരാണ് മുസ്ലിങ്ങൾ എന്ന് വരുത്തി തീർത്ത് നിഷ്പക്ഷരായ ആളുകളെ കൂടി ഞങ്ങളുടെ ചേരിയിലേക്ക് ചേർക്കണം എന്നത് സംഘപരിവാറിന്റെ അല്ലെങ്കിൽ വർഗീയവാദികളുടെ അജണ്ടയാണ്. വിവേകശൂന്യമായി തുല്യനാണയത്തിൽ തിരിച്ചടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ ഈ അജണ്ട വിജയിപ്പിച്ചു കൊടുക്കുന്നവരാണ് എന്നാണ് നമ്മുടെ അഭിപ്രായം. അതുകൊണ്ട് യഥാർത്ഥത്തിൽ മതന്യൂനപക്ഷങ്ങൾ ചെയ്യേണ്ടത് അവർഗീയ മതനിരപേക്ഷ ചേരി ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. രാഷ്ട്രീയത്തിൽ വോട്ടിന് ബുള്ളറ്റിനേക്കാൾ വില ബാലറ്റിനുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മതനിരപേക്ഷ അവർഗീയമായ ഒരു രാഷ്ട്രീയ വേദി രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള വളരെ വിവേകപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. വികാരപരമായ ഒരെടുത്തുചാട്ടവും ഒരു പ്രശ്നത്തിനും പരിഹാരമാവില്ലെന്ന് മാത്രമല്ല, ഈ പ്രശ്നത്തിൽ അത് ആത്മഹത്യാപരമായിരിക്കുകയും ചെയ്യും. ഞാൻ രണ്ട് വശമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾ സായുധമായി പ്രതിരോധിക്കുന്നത് ഇസ്ലാമിക ദൃഷ്ട്യാ അനുവദനീയമല്ല. അതിന് ഒരുപാട് തെളിവുകളുണ്ട്, അതിലേക്ക് കടക്കാൻ ഈ സമയം അനുവദിക്കുകയില്ല. രണ്ടാമത്തേത്, പ്രായോഗികമായി സംഘപരിവാറിനെ തടയുന്നതിന് ഈ രാജ്യത്തെ മതനിരപേക്ഷതയിലും സമാധാനത്തിലും അവർഗീയതയിലും വിശ്വസിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ജനസമൂഹത്തെ ഒന്നിച്ചു അണിനിരത്താനുള്ള സമാധാനപരവും വിവേകപൂർണവുമായ നീക്കങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്. നേരത്തെ അബ്ദുറഹ്മാൻ സാഹിബിന്റെ സംസാരത്തിന്റെ അവസാനത്തിൽ അദ്ദേഹം പറഞ്ഞതുപോലെ ഇത് മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല, ഇന്ത്യയായും മതനിരപേക്ഷ രാഷ്ട്രമായും ജനാധിപത്യ പ്രകൃതത്തോടും നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന മുഴുവൻ ജനങ്ങളുടെയും ബാധ്യതയാണ്. ആ ബാധ്യതാ നിർവഹണത്തിൽ എന്നും ഈ രാജ്യത്തെ മുഴുവൻ സമാധാന പ്രേമികളോടുമൊപ്പം ജമാഅത്തെ ഇസ്ലാമി മുൻനിരയിലുണ്ടാകും എന്ന് ഫോറം ഫോർ ഡെമോക്രസി ആൻഡ് കമ്മ്യൂണൽ കമ്മിറ്റി പോലെയുള്ള സംരംഭങ്ങളിലൂടെ അത് നാളിതുവരെയും തെളിയിച്ചിട്ടുണ്ട്. സമൂഹത്തിന് അത് ബോധ്യമുണ്ട്. വെറുതെ നിഴൽ യുദ്ധം നടത്തിയതുകൊണ്ട് ഫാഷിസത്തെ ഒന്നും ചെയ്യാനാവുകയില്ല.